ടീച്ചർ സ്റ്റുഡന്റും കൂടി ക്ലാസ് റൂമിൽ വെച്ച് കല്യാണം കഴിക്കുന്നു. ഇവരുടെ ഫസ്റ്റ് നൈറ്റ് എവിടെയാ? അപ്പൊ സ്റ്റാഫ് റൂമിലോ? സ്ത്രീകള് എന്ന് പറഞ്ഞാല് വീട്ടില് കുത്തിരിക്കണ്ടോലാണ്, പുറത്തിറങ്ങണ്ടോലല്ല. ഇവർക്ക് ഇങ്ങനൊരു ഫ്ലാഷ് ബാക്ക് ഉണ്ടെന്ന് ഞാൻ വിചാരിച്ചില്ല. എന്തൊക്കെയാണ് ഈ കൊച്ചു ഇന്ത്യയിൽ നടക്കുന്നത്? ഹലോ ഗൈസ്, എല്ലാവർക്കും പരിതോഷോടെ 13ാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം ഗൈസ്. സോറി 14ാമത്തെ എപ്പിസോഡ്. സെയിം കോണ ബട്ട് ഡിഫറെന്റ് ഷോ. ഗൈസ് എനിക്ക് പേടിയാണ് ഗൈസ്. ഞാൻ മുമ്പ് റോസ്റ്റ് ചെയ്ത റാപ്പേഴ്സ് ഒക്കെ പണ്ട് അണ്ടർവേൾഡ് ഡോൺ ആയിരുന്നു ഗൈസ്. വർഷം 2018 ഓറഞ്ച് മീഡിയ റിലീസിന്റെ ബാങ്ക് മാപ്പിള ആൽബത്തിൽ ചരിത്ര വിജയം നേടിയ മാഷപ്പ് ഒരു മ്യൂസിക് വീഡിയോക്ക് ആരുടെ ഇങ്ങനത്തെ ടൈറ്റിൽ കൊടുക്കണേ? നിന്നോട് കൂടെ വരാൻ ഞാനില്ല. ഗൈസ് ഇത് ആരാണെന്ന് മനസ്സിലായോ? നിന്നോട് കൂടെ വരാൻ ഞാനില്ല. ഒരു മാറ്റമില്ലല്ലോ, 7 കൊല്ലം മുമ്പ് സെയിം കോണ തന്നെ. പക്ഷെ കമന്റ് ബോക്സ് നോക്കിയാൽ ഫുൾ സപ്പോർട്ട് ഗൈസ്. സിനോക്ക് ആൽബം പൊളിച്ചോട്ടെ, എന്തൊരു മുഞ്ച് നിങ്ങളെ കാണാൻ. മാഷാഅല്ലാഹ്, വി ആർ വെയിറ്റിംഗ് ഫോർ നെക്സ്റ്റ് ആൽബം. യു ലുക്ക് നൈസ്, ഹാൻഡ്സം, ഐ ലൈക്ക് യു, ബെസ്റ്റ് ഓഫ് ലക്ക്. ഇത് ഏത് യൂണിവേഴ്സ് ഗൈസ്? പണ്ടി മനുഷ്യന് ഇത്രയ്ക്കും ഫാൻസ് ഉണ്ടായിരുന്നു. സാർക്ക് ഇപ്പടി ഒരു ഫ്ലാഷ് ബാക്ക് ഇരിക്കുന്നു, ഞാൻ സ്വപ്നത്തിൽ പോലും കണ്ടില്ല. ഈ കഹാനി ഇങ്ങനെ ആയിരിക്കും ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ഗൈസ്. സൈഡിൽ അവന്റെ ഫോൺ നമ്പർ ഒക്കെ കൊടുത്തിരിക്കണം. നോക്കിയ പെണ്ണ് കിട്ടാൻ വേണ്ടി ആളുകൾ എന്തൊക്കെയാ ചെയ്യുന്നത് ഗൈസ്. നമ്മുടെ അടുത്ത പേഷ്യന്റിനെ നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ പറ്റുമോ? വിശ്വസംഗീതം. സംഗീതം അഭ്യസിക്കാതെ തന്നെ വെസ്റ്റേൺ ഗാനാലാപനത്തിലൂടെ വേദികളെ അത്ഭുതപ്പെടുത്തുന്ന എന്നാടാ കറി ഇങ്ങനെയൊക്കെ? കുഞ്ഞു ഗായകൻ തിരുവനന്തപുരം നെയ്യാറ്റിങ്കര സ്വദേശി ശ്രീജിത്ത്. അപ്പൊ ഞങ്ങളെ ഇത്രയും കാലം വിശ്വാസം എന്ന് പറഞ്ഞ പറ്റിക്കായിരുന്നു. സത്യം പറയണ എനിക്ക് സങ്കടം വരുന്നു ഗൈസ്. പണ്ടോട്ടെ ഈ മനുഷ്യൻ ഇത്രയും കഷ്ടപ്പെടും. ബാക്കിയുള്ളവരെ പോലെ പാടാനുള്ള കഴിവില്ലാത്ത ആളല്ല, പാടാനുള്ള കഴിവൊക്കെ ഉണ്ട്, പക്ഷെ നല്ല ട്രാക്ക് ഇറക്കുന്നില്ല. അതാണ് പ്രശ്നം ഗൈസ്. എനിക്ക് തോന്നുന്നത് ഇയാൾ ഒരു ദിവസം കത്തും ഗൈസ്. ഇത്രയൊക്കെ കഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ എന്തായാലും ഒരു ദിവസം ക്ലിക്ക് ആകും ഗൈസ്. എനിക്ക് നല്ല വിശ്വാസം. ഇയാൾക്ക് ആ സംഭവം ഉണ്ട്, നല്ല റാപ്പർ ആവേണ്ട എല്ലാം ഉണ്ട്. പാട്ട് ഒഴിച്ച് നല്ലൊരു പാട്ട് കൂടി ഇറക്കി കഴിഞ്ഞു പറഞ്ഞാൽ ഇപ്പൊ കിട്ടിക്കൊണ്ടിരിക്കുന്ന ഹേറ്റ് ഫുള്ള് ഫാൻസ് ആവും, ഷുവറാണ്. കളിയാക്കൊന്നും വേണ്ട, ഒരു മുട്ടയിൽ ഉറുമ്പ് അടിച്ച എല്ലാവരും ഇതുപോലെ തന്നെ അടരും. ശരിക്കും വലിയ സിംഗറൊക്കെ വന്നിട്ട് ബോബ് മാർലിയൊക്കെ വന്ന് പറഞ്ഞ പോലെ അല്ലേ? ഫിലിപ്പിന്റെ പറി. ഗൈസ് എന്തൊക്കെയാണ് ഈ കൊച്ചു ഹിന്ദുസ്ഥാനിൽ നടക്കുന്നത്? ക്ലാസ് മുറിയിൽ വെച്ച് ടീച്ചറും സ്റ്റുഡന്റും കല്യാണം കഴിച്ചു. പായൽ ബാനർജി എന്ന ടീച്ചറും വിദ്യാർത്ഥിയുമാണ് ഇന്ത്യയെ ഒന്നടങ്കം ഞെട്ടിച്ചുകൊണ്ട് വിവാഹിതരായത്. ഹൽദി ഉൾപ്പെടെയുള്ള ചടങ്ങുകളും മെഴുകുതിരിക്ക് മുന്നിൽ ഇരുവരും 7 തവണ വട്ടം ചുറ്റലും വിദ്യാർത്ഥി ടീച്ചറുടെ നെറുകയിൽ സിന്ദൂരം ചാർത്തുകയും റോസാപ്പൂ നൽകുകയും ചെയ്യുന്നു എന്നിങ്ങനെ ഒരു കല്യാണത്തിന് വേണ്ട എല്ലാ ചടങ്ങുകളും ക്ലാസ് മുറിയിൽ വെച്ച് ഇരുവരും നടത്തി. ഓഹോ, അപ്പൊ ഫസ്റ്റ് നൈറ്റ് അവിടെ സ്റ്റാഫ് റൂമിലായിരിക്കില്ലേ? സ്വർഗത്തിരിക്കുന്ന ഗാന്ധിജിക്ക് ഇപ്പൊ റിഗ്രറ്റ് അടിക്കണ്ടാവും ഗൈസ്. നെഹ്റു നമ്മള് പിള്ളേർക്ക് ഒരുപാട് സ്വാതന്ത്ര്യം കൊടുത്തുപോയോ? എന്താണ് ഭായി ഇങ്ങനെയൊക്കെ പറയുന്നത്? നമ്മുടെ പിള്ളേരല്ലേ, നമ്മുടെ ഇന്ത്യയിലേത്. പിള്ളേർ കളിച്ച് വളരട്ടെ, അവർക്ക് ഉണ്ടാവില്ല ഓരോ ഫാന്റസീസ്. ഭായിയുടെ ഫാന്റസീസ് ഇതിനേക്കാളും വൈൽഡ്. സ്വർഗത്തിലേക്ക് ഒന്ന് കുത്തിപ്പൊക്കാണ്ടിരിക്കടാ. അല്ല ഞാൻ പറഞ്ഞു എന്നുള്ളൂ. അപ്പൊ ശരി ഭായി, ഞാൻ എബിനെ ഒന്ന് കണ്ടിട്ട് വരാം. അവിടെ പോയി 300 ചാട്ടവാറുടെ അടി കൊണ്ടിട്ട് തങ്കോ അണ്ണൻ അവിടെ ചെല്ലി വിഷ്ണു 5 തല്ലുള്ള പാമ്പായിട്ട് നിൽക്കുന്നുണ്ട്. ഓ ഡാർക്ക്. അപ്പൊ ശരി, ഈ ഭർത്താക്കന്മാര് പെടുന്ന ഒരു സമയം ഞാൻ പറഞ്ഞേരട്ടെ. ഭർത്താക്കന്മാർക്ക് ജോലി ഇല്ലാതെ ഭാര്യമാർക്ക് ജോലി ഉണ്ടാവുന്ന ഒരു സമയത്ത്, അങ്ങനെയല്ലേ? അതില് ഭർത്താവ് പെടുന്നെങ്ങനെ ബ്രോ? ദാറ്റ് ഈസ് മൈ ഡ്രീം ലൈഫ്. അപ്പൊ പിന്നെ ആ വീട്ടില് ഭാര്യയുടെ അധികാരമായിരിക്കും. അത് ഏറ്റവും വലിയ അബദ്ധത്തിലേക്ക് നിങ്ങളെ കൊണ്ടുപോയി ചാടിച്ചു. തുടങ്ങി ഇവന്മാരുടെ ഈണത്തിലുള്ള കോണം തുടങ്ങി. കൺമശി കൊണ്ട് മീശ വരച്ച ആർബിയിലെ സുലൈമാനെ ആദ്യം സ്കൂളിൽ പോയിട്ട് 2 അക്ഷരം പഠിക്കി. സ്ത്രീകളുടെ കയ്യിൽ അധികാരമേൽപ്പിച്ചു കൊടുത്ത ഒരു ജനതയും വിജയിച്ചിട്ടില്ല എന്ന് അള്ളാന്റെ റസൂല് പറഞ്ഞിട്ടുണ്ട്. വളരെ എനിക്ക് യൂട്യൂബിന്റെ പരിമിതി ഇല്ലെങ്കിൽ എന്തെങ്കിലും കൊണ പറയായിരുന്നു. ഇത് സ്കൂൾ വിദ്യാഭ്യാസം ഇല്ലാത്തൊരു ബാലന്റെ വിവരമില്ലായ്മയായി കണ്ടുകൊണ്ട് നമുക്ക് അങ്ങ് ക്ഷമിക്കാം ഗൈസ്. നിങ്ങൾക്കൊരു സിംഗപ്പെണ്ണിനെ കാണിച്ചു തരാം. என் ஹஸ்பண்ட் வந்து 6 மாசம் அவங்க கப்பல்ல வேலை பாக்குறாங்க, 6 மாசம் இங்க வர்றாங்க. அந்த கப்பல்ல அவங்க இருக்கக்கூடிய 6 மாசத்துல என்னோட பாடிலி நீட்ஸுக்கு நான் எங்க போறது? டே எடிட்டர், அந்த மியூசிக்க போடுறா. எனக்கு தேவை இருக்குல்ல மேடம், நான் அதனால இங்க ஒரு பாய் ஃப்ரெண்ட் வச்சிருக்கேன். அது ஏன் மேடம் அவருக்கு புரிய മാട്ടേങ്ക? എനിക്കൊന്നും പറയാൻ, എനിക്ക് ഒറ്റ കാര്യം മാത്രം പറയാനുള്ളൂ. സിംഗപ്പണ് ഇത്രയും സിംഗാവണ വേറെ വീഡിയോ ഇല്ല ഇന്റർനെറ്റിൽ. ആ പാട്ടിലൊരു കോമഡി സീൻ ഉണ്ട് കേസ്, ഞാൻ കാണിച്ചു തരാം. ഒരു വുമൺ എംപവർമെന്റ് പാട്ടിൽ വെക്കാൻ പറ്റിയ ബെസ്റ്റ് സീൻ ഏതാ ചോദിച്ചു പറഞ്ഞാൽ ഇത് പറയാം.
അട്ലി പണിയതാണ്, അട്ലി പണി വെച്ചതാണ്. വുമൺ എംപവർമെന്റ് പാട്ടിലും വിജയ് എംപവർമെന്റ് വിടുന്നില്ല. എ ആർ റഹ്മാന്റെ മ്യൂസിക്കിന് പട്ടി വില. എ ആർ റഹ്മാൻ ഒരു വഴിക്ക്, അറ്റ്ലി വേറെ വഴിക്ക്. അപ്പൊ ഗൈസ് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കഴിഞ്ഞ വീഡിയോയിൽ വെച്ച് ലൈക്ക് ടാർഗറ്റ് എല്ലാവരും അച്ചീവ് ചെയ്തിരിക്കുന്നു. എല്ലാവർക്കും താങ്ക് യു ഗൈസ്. അപ്പോൾ അടുത്തൊരു കിടിലൻ വീഡിയോയിൽ കാണാം. ടാറ്റ ബൈ ബൈ ഗൈസ്. പിന്നെ ഈ വീഡിയോ ലൈക്ക് അടിക്കുക, ഈ ടാർഗറ്റ് ഒന്നുമില്ല, ലൈക്ക് അടിക്കുക. അപ്പോൾ ടാറ്റ ബൈ ബൈ.